പ്രിയ ശ്രോതാക്കളെ, കഥാനേരത്തിൽ ഇന്ന് സക്കറിയയുടെ കഥ മഴ. ഉണങ്ങിയ മണ്ണിലേക്ക് തലേന്ന് തൂളിയ പുതുമഴയുടെ മണം വെളുപ്പിന്റെ ഇളം മഞ്ഞുപുഴകളിൽ അലഞ്ഞു നടന്നു. കറുത്തു ചുവന്നു കാത്തുകിടന്ന മണ്ണിലെങ്ങും പുതിയ ജീവികൾ ഇഴഞ്ഞു നടന്നു. പുതിയ തകരകൾ ഒളിഞ്ഞു നോക്കി കാറ്റുവീശി. താഴെ ഉണങ്ങിക്കിടന്ന തോട്ടിൽ കുറെ മഞ്ഞവെള്ളം കൂടിയിട്ടുണ്ടാവണം. രാത്രി മുഴുവനും മാക്രികൾ ഇരുട്ടിന്റെ അങ്ങേയറ്റത്തു നിന്നും കരഞ്ഞു. തോമ അതു മുഴുവനും തിണ്ണയിൽ കിടന്ന് കേട്ടിരുന്നു. സന്ധ്യയ്ക്ക് പടിഞ്ഞാറ് ആദ്യത്തെ കാർമുകിലുകൾ ഉരുണ്ടുകൂടിയപ്പോൾ, ഉണങ്ങിയ പനമ്പോലകളെ കാറ്റിട്ടുലച്ചപ്പോൾ, ഓടി നടന്ന കാറ്റ് അവസാനം അവിടെയും ഇവിടെയും ഓരോ തുള്ളി വിതച്ചപ്പോൾ എല്ലാം മാക്രികൾ കരഞ്ഞുകൊണ്ടിരുന്നു. അവസാനമില്ലാത്ത കരച്ചിൽ. ഉടനെ മഴ വന്നലച്ചു. പുരപ്പുറത്തുനിന്നും ഓലപ്പൊടികൾ പറന്നു വെള്ളത്തിലൂടൂർന്നു ചാടി. ഇറവാലത്തുകൂടി നിൽക്കാതെ ഒഴുകിയ വെള്ളത്തിലൊഴുകി ഒഴുകി ഒഴുകിപ്പോയി. ഇറവാലത്ത് പുതിയ കുഴികൾ വീണു. മഴ പെയ്തു പരന്നു. തുള്ളികൾ ഓരോന്നോരോന്നായി അകന്നുപോയി. അപ്പോൾ പൊങ്ങിയതാണ് പുതുമഴയുടെ മണം. ദാഹിച്ചു കിടന്ന മണ്ണിൽ നിന്നത് ഈയലുകളെപ്പോലെ കുതിച്ചു പൊന്തി. ദൂരെയേതോ തണുത്തു മരവിച്ച കൂട്ടിൽ നിന്ന് വിറയ്ക്കുന്ന തൂവലില്ലാത്ത കുഞ്ഞുങ്ങൾ ശക്തിയില്ലാതെ കരഞ്ഞു. മഴ കഴിഞ്ഞുള്ള സ്തംഭിച്ച നിശബ്ദതയിൽ ചീവീടുകൾ മാത്രം മൂളി. അപ്പോൾ തോമ ഉറങ്ങി. തോമ ആദ്യം തോട്ടിൽ ചെന്നു നോക്കാൻ തീരുമാനിച്ചു. മഞ്ഞച്ച പുതുവെള്ളത്തിൽ ഇപ്പോൾ നീണ്ട നീണ്ട കറുത്ത മാലകൾ വളഞ്ഞു കിടക്കുന്നുണ്ടാവണം. രാത്രി മുഴുവനും കാത്തുകാത്തു കരഞ്ഞ മാക്രികൾ ഇപ്പോൾ മുട്ടയിട്ടിട്ടുണ്ടാവണം. മുട്ടയിട്ടിട്ട് അവ കുറേ നാൾ കൂടി വെള്ളത്തിൽ തളർന്ന കാലുകൾ കൊണ്ട് തുഴഞ്ഞു നടക്കും. തോമ ഒരു മാല കയ്യിൽ തോണ്ടിയെടുത്തിട്ട് വെള്ളത്തിലേക്കിട്ടു. ഒരു പാണൽ കമ്പിനു വേണ്ടി തേടി. കണ്ടപ്പോൾ ഒടിച്ചെടുത്ത് വായിൽ വെച്ചുകൊണ്ട് കിണറ്റുകരയിലേക്ക് നടന്നു. അവസാനം മഴയും വന്നു. തോമ ഓർത്തു, ഇനി പണി തുടങ്ങാം. തോമ ചുറ്റും നോക്കി. എന്നോ വെട്ടിക്കിളച്ചിട്ട മണ്ണിൽ കരിഞ്ഞ പുല്ലുകൾ തണുത്തു പറ്റിക്കിടക്കുന്നു. കുരുമുളകിൻ ചുവടുകളിലെ കരിയിലകളിൽ വെളുത്ത ചെറുപുഴുകൾ ഇഴഞ്ഞു നടന്നു. ഒന്നോ രണ്ടോ മെല്ലിച്ച കൂണുകൾ കിളിർത്തിട്ടുണ്ടോ? പൂപ്പൽ വീണിട്ടുണ്ട്. നാളത്തെ മഴ കൂടി അഴുകാൻ തുടങ്ങും. ചൂട്ടുമടലുകളും കൊതുമ്പുകളും ധാരാളം വീണിട്ടുണ്ട്. ഉണക്കത്തേങ്ങകളും. തോമ ഉണക്കത്തേങ്ങകളെ മടലുകൾ കൊണ്ട് മൂടി. പിന്നെ എടുക്കാം. സാവധാനം കിണറ്റുകരയിലെത്തി. 2 മഴ കൂടി, പിന്നെ നിന്റെ ആവശ്യമില്ല, തോമ കിണറ്റിനോട് പറഞ്ഞു. പിന്നെ തോട്ടിൽ മുങ്ങിക്കുളിക്കാം. തണുത്ത വെള്ളത്തിലമരാം. തോർത്ത് ഒഴുകുന്ന വെള്ളത്തിലുലച്ചു വാരിക്കഴുകിയെടുക്കാം. തോമ സാവധാനം ഒരു തൊട്ടി വെള്ളം കോരി പാണൽ കമ്പ് പിളർന്ന് നാവു വെടിച്ചു. മുഖം കഴുകി. പുതുമഴ വന്നാൽ ഭൂമിയിലൊരു കരടുപോലും അതറിയാതെ പോവില്ല. വെള്ളത്തിനെന്തൊരു മണം! മഴയിൽ പറന്നുവീണ ഉണക്കപ്പുല്ലുകളും ഇലകളും വെള്ളത്തിൽ നിരന്നുകിടന്നു. ഔസേപ്പുകുട്ടി! തോമ വിളിച്ചു. ഔസേപ്പുകുട്ടി വാഴച്ചുവട്ടിൽ എന്തോ പരിശോധിക്കുകയായിരുന്നു. വിളി കേട്ട് ഔസേപ്പുകുട്ടി കിണറ്റിൻ കരയിലേക്ക് കയ്യാലകൾ ചാടി ഇറങ്ങിവന്നു. കാലുകൾ മണ്ണിൽ വലിയ കുഴികൾ കുഴിച്ചു. ചെറിയ വെള്ളത്തുള്ളികൾ കാലിലെ രോമങ്ങളിൽ ചുറ്റിനിന്നു. കുറച്ചു വെള്ളം കോരി ഒഴിച്ചതാ. ഔസേപ്പുകുട്ടി തൊട്ടി ഒരു ശബ്ദത്തോടെ കിണറ്റിലേക്കിട്ടു. അവൻ എന്തു ചെയ്താലും ഊരാണ് മുന്നിൽ നിൽക്കുന്നത്. തോമാക്ക് മകനിൽ അഭിമാനം തോന്നി. കോലുകളിൽ പൊക്കിവെച്ച പനന്തണ്ടു പാത്തിയുടെ അടിയിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ഔസേപ്പുകുട്ടിയുടെ തുടിക്കുന്ന പേശികൾ നോക്കി. എന്റെ മകനല്ലേ അവൻ? പച്ചച്ച പാത്തിയിലൂടെ വെള്ളം ശബ്ദമുണ്ടാക്കാതെ ഒഴുകിവന്ന് തലയിൽ ചിതറി പൊട്ടിച്ചിരിച്ചു. തോമ മുക്രയിട്ടുകൊണ്ട് കുളിച്ചു. ഔസേപ്പുകുട്ടി വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. കിണറ്റുപാലത്തിനടിയിൽ ചെളി കൂടി. മതി, തുവർത്തുന്നതിനിടയിൽ പറഞ്ഞു, നീ പോയി ആ തേങ്ങയെല്ലാം പെറുക്കിയെടുക്ക്. ഞാൻ ചൂട്ടുമടലിട്ട് മൂടിയിട്ടുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. വേനൽ നീളെ വെള്ളം കോരിയ ഏത്തവാഴ തൈകൾ ഇപ്പോഴും തളർന്നു നിന്നു. 1-2 ഉണക്കിലകൾ തൂങ്ങിക്കിടന്നു. തോമ അവ ശ്രദ്ധാപൂർവം ചുറ്റിക്കെട്ടിവെച്ചു. ചുവട്ടിലെ മണ്ണ് വിരലുകൊണ്ട് കുത്തിയിളക്കി നോക്കി. കുതിർന്നു കിളകാത്തു കിടക്കുകയാണ്. അങ്ങനെ മഴ വന്നല്ലോ. തോമ വീണ്ടും ഓർത്തു, വേനലായാൽ തോമ എന്നും മഴ കാത്തിരിക്കും. വെയിലിൽ തളർന്നു തിണ്ണയിൽ വന്നിരിക്കുമ്പോൾ തോമ മഴയെക്കുറിച്ചാലോചിക്കും. സന്ധ്യയ്ക്ക് ചൂട് സഹിക്കാനാവാതെ തൊട്ടിക്ക് പുറകെ തൊട്ടി വെള്ളം തലയിലേക്ക് കമിഴ്ത്തുമ്പോൾ തോമ മഴയെക്കുറിച്ചാലോചിക്കും. പ്രാർത്ഥിക്കാനിരുന്ന് വിയർക്കുമ്പോൾ തോമ മഴയെക്കുറിച്ചാലോചിക്കും.
രാവിലെ തുടങ്ങി ഒരു ചെറുമുഴക്കത്തോടെ ചീറാൻ ആരംഭിക്കുന്ന വരൾക്കാറ്റ് ദൂരെ മരങ്ങളിലും തെങ്ങുകളിലും മുരളുമ്പോൾ, മുഖത്തടിക്കുമ്പോൾ തോമായ്ക്ക് ഒരുതരം പേടി തോന്നും. ഇപ്പോൾ മഴ വന്നു. ഇനി 2 നാൾ കൂടി കഴിഞ്ഞാൽ മഴ തകർത്തു പെയ്യും. തോട്ടത്തിലെ കല്ലുകൾക്കിടയിലൂടെ ചുവന്നു കലങ്ങിയ വെള്ളം കുതിച്ചോടും. പൊട്ട തേങ്ങകളും 1000 ഉണക്കക്കമ്പുകളും ഇലകളും ചുഴികളിൽ കറങ്ങും, കല്ലുകളിൽ തട്ടും, പരന്ന പാറകളിലൂടെ ഉരുളും, താഴേക്ക് താഴേക്ക് ഒഴുകിപ്പോകും. തോടിന്റെ നടക്കല്ലുകൾ ഓരോന്നോരോന്നായി മൂടും. ഒഴുകുന്ന വെള്ളത്തിലേക്ക് മഴത്തുള്ളികൾ വീണു ചായും. തോമ കുടയും കയ്യിൽ പിടിച്ച് തോടുകയ്യാലയിലിരുന്ന് എല്ലാം കാണും. ടും 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 തേക്കിൽ നിന്നും തുള്ളികൾ കുടയിൽ വീഴും. തോമയെ കുളിരുകൂരിയിടും. കാലുകൾ വെള്ളത്തിൽ പൂഴും. ഇടയ്ക്കൊരിടിവാൾ മിന്നും. തോരാത്ത മഴ ചുറ്റും വീണുകൊണ്ടേയിരിക്കും. നിൽക്കാതെ നിൽക്കാതെ ഒരു രാഗം പോലെ മഴ ഒഴുകും. കുളിരിൽ എഴുന്നു നിൽക്കുന്ന രോമങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു തുള്ളികൾ മൂടി വെളുത്തു നിൽക്കും. കുടയുടെ കമ്പിമൂലകളിലൂടെ വെള്ളമൊലിക്കും. തോമ ഇരുട്ടിലൊരു പ്രതിമ പോലെ നിൽക്കും. പിന്നെ ഉയർന്നുയർന്നു മുഴങ്ങുന്ന ഇടികൾ കറുത്ത ആകാശത്തിൽ കുടുങ്ങുമ്പോൾ മിന്നലുകളുടെ വെളിച്ചത്തിൽ തോമ തിരികെ നടക്കും. കാലടികൾക്കിടയിൽ നിന്ന് വെള്ളം തെറിക്കും. കിലുകുല ഒഴുകുന്ന വെള്ളം വിരലുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങും. രാത്രി കിടക്കാറാവുമ്പോഴേക്കും കേൾക്കാം മുഴക്കം. തോട്ടിൽ കല്ലുരുളുന്നതാണ്. വെള്ളം നന്നായി പൊങ്ങണം കല്ലുരുളാൻ. ഇന്നലെ കണ്ട കല്ലെല്ലാം ചുവന്ന ശക്തിയേറിയ വെള്ളത്തിലൊഴുകിയുരുണ്ടുപോവും. പുതിയ കല്ലുകൾ വരും. മഴയുടെ പുരപ്പുറത്തെ താളത്തിനിടയിൽ, ഇടിയുടെ മുഴക്കത്തിനിടയിൽ, വെള്ളത്തിന്റെ ഇരപ്പിനടിയിൽ കല്ലുകളിരുട്ടിലൂടെ ഉരുണ്ടുകൊണ്ടേയിരിക്കും. ദൂരെയെങ്ങോ നനഞ്ഞ ഇരുട്ടിന്റെ അഗാധതയിൽ വൻചെണ്ടകൾ അമർന്നു മുഴങ്ങുന്നതുപോലെ തോമയുടെ ഏകമായ ആത്മാവിന്റെ നിശബ്ദതയിലേക്ക് ആ മുഴക്കം ഉരുണ്ടുകൊണ്ടേയിരിക്കും. തോമ ഉറക്കത്തിലേക്ക് ആണ്ടുപോവും. ഉറക്കം തെളിയുമ്പോഴെല്ലാം മിന്നലിൽ തെളിയുന്ന മഴത്തുള്ളികളും തണുത്തൊലിച്ചു നിൽക്കുന്ന മരങ്ങളും കാണും. തോമ പുതപ്പു വലിച്ചു മൂടിക്കിടക്കും. സുഖം, സുഖം, മഴ, മഴ. തൈത്തെങ്ങുകളുടെയും മാവുകളുടെയും ചുവടുകളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് തോമ തിണ്ണയിലേക്കു കയറി. ഏലി കൊണ്ടുവന്നുവച്ച പുഴുക്കു സാവധാനം തിന്നാനാരംഭിച്ചു. ഔസേപ്പുകുട്ടി! ഏലി വിളിച്ചു. ഔസേപ്പുകുട്ടി നനഞ്ഞ തേങ്ങകൾ കൂട്ടിക്കെട്ടിയത് കൈകളിൽ തൂക്കിക്കൊണ്ട് കയറി വന്നു. വന്ന് കാപ്പികുടി. ഔസേപ്പുകുട്ടി വന്നിരുന്നു. ഇന്നു വാരിച്ചുടണം, തോമ പറഞ്ഞു. എല്ലാം ഉണങ്ങാൻ മാത്രം വെയിൽ തെളിഞ്ഞിട്ടില്ല. ഔസേപ്പുകുട്ടി വാരിക്കൂട്ടി വരുമ്പോഴേക്കും ഉണങ്ങിക്കോളും. തോമയ്ക്ക് ധൃതിയായി. നീ കാലായിലേക്ക് പോ, ഞാനിതാ വരുന്നു. തോമ സാവധാനം മുറുക്കി. എന്നിട്ട് പറമ്പിലേക്ക് നടന്നു. കാലായുടെ നടുക്കുനിന്ന് തുള്ളുന്ന തുമ്പികളെയും ഇളം ചൂടോടെ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് തെളിയുന്ന സൂര്യനെയും നോക്കി. ഔസേപ്പുകുട്ടി അടിച്ചുവാരാനും കരിയിലകൾ കൂട്ടാനും തുടങ്ങിയിരുന്നു. തോമ ചിതലേറി ആടി നിന്ന ഒരു തെങ്ങിൻകുറ്റി തള്ളി താഴെയിട്ടു. ചിതലുകൾ വിരണ്ടോടി. ചിതൽ മണ്ണിൻ ഭിത്തികളിൽ നിന്നും നിറം മാഞ്ഞ വെള്ളം ഒലിച്ചു ചാടി. വാക്കത്തിയെടുത്തുകൊണ്ട് കല്ലുകൾക്കിടയിൽ ഉണങ്ങി നിന്ന മുൾക്കാടുകൾ വന്ന് വെട്ടിയമർത്താനാരംഭിച്ചു. കൈകൾ കീറി. വിയർപ്പുതുള്ളികൾ കക്ഷത്തിൽ നിന്നും തലമുടിയിൽ നിന്നും ഒലിച്ചു. തോമ ആഞ്ഞാഞ്ഞു വെട്ടി. ഒരു വശത്തേക്ക് കൂട്ടിയിട്ടു. ഉച്ചയായപ്പോഴേക്കും കാലായ തെളിഞ്ഞു. വെട്ടിക്കിളച്ചിട്ട മണ്ണ് മാത്രം അലവീണ കടൽ പോലെ പൊങ്ങിയും താണും കിടന്നു. കരിയിലയുടെയും കമ്പുകളുടെയും കൂനകൾ അങ്ങുമിങ്ങും തീ കാത്തിരുന്നു. ഏലി വിളിച്ചു. ഉണ്ണാൻ വായോ. തോമ തൊപ്പിപ്പാളയൂരി തലയിൽ തടവിക്കൊണ്ട് കിണറ്റുകരയിലേക്ക് നടന്നു. ഔസേപ്പുകുട്ടിയോടൊപ്പം വീട്ടിലേക്ക് നടന്നപ്പോൾ ആലോചിച്ചു. ഇന്ന് എല്ലാം ചുടാം. നാളെ കൊത്തിനിരത്തു തീർക്കണം. നാളത്തെ കഴിഞ്ഞ് നടൽ. ഇതാ വരുന്നു, തോമ പറഞ്ഞു. എന്നിട്ട് നിലവറയിലേക്ക് നടന്നു. നിലവറയിലെ തണുത്ത മണ്ണിൽ ചേനവിത്തുകളും ചേമ്പിൻ വിത്തുകളും കാച്ചിലുകളും അമർന്നു കിടന്നു. കാച്ചിൽ വള്ളികൾ ഇരുട്ടിൽ ഭിത്തികളിൽ തപ്പിപ്പിടിച്ചു. ഇരുണ്ട കോണുകളിലിരുന്ന് തവളകൾ കരഞ്ഞു. എല്ലാം നാളെ പുറത്തെടുക്കണം, തോമ കരുതി. കപ്പത്തണ്ടുകളിൽ നുള്ളി നോക്കി. ഇല്ല, ഉണങ്ങിയിട്ടില്ല. ഔസേപ്പുകുട്ടി ഉണ്ണാൻ ആരംഭിച്ചു. ഇവൻ എത്ര നാളാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നത്? തോമ അത്ഭുതപ്പെട്ടു. പണിയെല്ലാം തീർന്നാൽ ഒരു പെണ്ണന്വേഷിക്കണം. നല്ല കുടുംബത്തിൽ പിറന്ന എത്ര പെണ്ണുങ്ങളുണ്ട് കരയിൽ. ഊണുകഴിഞ്ഞ് തിണ്ണയിൽ നെടുനീളം കിടന്ന് ആശ്വസിച്ചു. ഒട്ടുകഴിഞ്ഞപ്പോൾ വീണ്ടും പറമ്പിലേക്ക് നടന്നു. വേഗം തീയിടണം, മഴ വരും, ഔസേപ്പുകുട്ടിയോട് പറഞ്ഞു. പുകഞ്ഞു പുകഞ്ഞു കത്തിയ കൂനകൾ വേഗം തീനാളങ്ങളായി മാറി. തോമ
തീയിലേക്ക് ചൂട്ടുമടലുകൾ വെട്ടിയിട്ടു. തീപ്പൊരികൾ ഇളം വെയിലിൽ പറന്നു. കാറ്റൂതാൻ തുടങ്ങി. തീ കാറ്റിലാടി. തോമ തണലിലേക്ക് മാറി നിന്നു. ആകാശത്തിലേക്ക് നോക്കി. ഇരുണ്ടുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. തെങ്ങുകൾക്കിടയിലൂടെ പടർന്നു കയറിവന്ന കറുത്ത കാറുകൾക്കെതിരെ തീനാളങ്ങൾ ഇളകിയാടി. മങ്ങിയ മിന്നലുകൾ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചുകളിച്ചു. ദൂരെ ദൂരെയെങ്ങോ നിന്നെന്ന പോലെ ഇടിമുഴങ്ങി. ഇടയ്ക്കെല്ലാം വേര് ചായുന്നതുപോലെ മിന്നലുകൾ പിളർന്നു പാളി. ഇപ്പോൾ ഇടിമുഴക്കം അടുത്തടുത്തു വന്നു. സൂര്യൻ അപ്പോഴേ മറഞ്ഞിരുന്നു. തീ കത്തിയടങ്ങി. തോമ പറഞ്ഞു, നേരത്തെ തീയിട്ടത് നന്നായി. ഔസേപ്പുകുട്ടി ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് തലകുലുക്കി. നാളെ രാവിലെ തൂമ്പപ്പിടികളെല്ലാം ഒന്നു മുറുക്കണം. തോമ ആരോടെന്നില്ലാതെ പറഞ്ഞു. മഴ ദൂരെ പെയ്യാൻ തുടങ്ങി. പെയ്ത് പെയ്ത് അടുത്തുവന്നു. ആദ്യത്തെ തുള്ളികൾ ചാരത്തിൽ പതിച്ചു. ചാരപ്പൊടികൾ ഭയപ്പെട്ട് വായുവിലമർന്നു. മഴ പെയ്യാൻ ആരംഭിച്ചു. ചാരത്തിന്റെ നിറം കറുത്തു. അണയാത്ത തീപ്പൊരികൾ മഴത്തുള്ളികളുടെ അടിയിൽ കരഞ്ഞു. തോമ എണീറ്റ് വീട്ടിലേക്കോടി. ഇന്നു നന്നായൊന്നു പെയ്യും. മഴ ആർത്തു പെയ്തു. മഴ പാളികൾ പോലെ കാറ്റിൽ പറന്നു. പുരപ്പുറത്ത് കാറ്റിന്റെ ശക്തിക്കൊപ്പം ശബ്ദം കൂടിയും കുറഞ്ഞും വന്നലച്ചു. തിണ്ണയിൽ ആദ്യമാദ്യം വീണ് അപ്രത്യക്ഷമായി. പിന്നെ തളം കെട്ടിക്കിടന്നു. ഇറയത്തേക്ക് കുത്തനെ ചാടി. മുറ്റത്തെ വെള്ളമണൽ അല്പാൽപം ഒഴുക്കിക്കൊണ്ടുപോയി. ചെറുപൂച്ചെടികളെ ഉലച്ചു. ഇരുണ്ടുവന്ന സന്ധ്യയോടൊപ്പം നിൽക്കാതെ പെയ്തു. എങ്ങും മഴയുടെ ശബ്ദമുയർന്നു. ഇടിവാൾ ശക്തിയായി മിന്നാനാരംഭിച്ചപ്പോൾ തോമ കിണ്ടികളെല്ലാം പെറുക്കി അകത്തുവച്ചു. ഇടയ്ക്കിടെ വെറുതെ തോട്ടിലേക്ക് നോക്കി. വെള്ളം പൊങ്ങുന്നുണ്ടോ? മങ്ങുന്ന പ്രകാശത്തിൽ നന്നായി കണ്ടുകൂടാ. എങ്കിലും ചുവന്ന വെള്ളം ധൃതിയായിട്ടൊഴുകുന്നത് കാണാം. പൊങ്ങട്ടെ പൊങ്ങട്ടെ, തോമ കരുതി. എന്നിട്ട് പഴയ ഒരു പാത്രവും മുന്നിൽ വച്ച് തിണ്ണയിലിരുന്നു. മഴ വീടിനെ ഒരു ഇരുണ്ട ആവരണത്തിലടച്ചു. ഒന്നു രണ്ട് കുടകൾ ഇറങ്ങി തോട്ടരികിൽ വന്നിട്ട് തിരികെ പോകുന്നത് കണ്ടു. വെള്ളം പൊങ്ങിയിരിക്കണം. കുറേക്കൂടി കഴിയട്ടെ, പോയി നോക്കണം. മുറ്റത്തൊഴുകുന്ന വെള്ളത്തിലേക്കും നോക്കി തോമ മഴയത്ത് മലർന്നു കിടക്കുന്ന പറമ്പിനെക്കുറിച്ചോർത്തു. ഇപ്പോൾ കുറെ ചാരം ഒഴുകിപ്പോയി കാണും. പിന്നെ ഔസേപ്പുകുട്ടിയുടെ കല്യാണത്തെക്കുറിച്ചോർത്തു. അവസാനം കുടയുമെടുത്തിറങ്ങി. കാൽ മുറ്റത്തെ വെള്ളത്തിലേക്ക് താണപ്പോൾ ഛാ, തണുപ്പ്. തോമയ്ക്ക് വളരെ സുഖം തോന്നി. മഴയിൽ കുളിച്ചു കളയാം. കുട തിണ്ണയിൽ വച്ചിട്ട് തോമ നടയിറങ്ങി തോട്ടിലേക്ക് നടന്നു. മഴ ചെറുകല്ലുകൾ പോലെ തോളത്തും പുറത്തും വന്നടിച്ചു. തോട്ടിലെത്തിയപ്പോഴേക്കും തോമയെ ഒലിച്ചു. തോമ വെറുതെയൊന്നു കൂവി. എന്നിട്ട് കയ്യാലയിൽ നിന്ന് വെള്ളത്തിലേക്ക് നോക്കി. വെള്ളം ഇങ്ങെത്തിയിരുന്നു. തോമ ഒരു നടയിറങ്ങി വെള്ളത്തിലേക്ക് കാലിട്ട് നിന്നു. എന്തൊരൊഴുക്ക്! അരികിൽ പോലും വെള്ളം ഭീഷണി നിറഞ്ഞ ഒരമർച്ചയോടെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ഇന്നലെ ഒരു തുള്ളി വെള്ളമില്ലാതെ കിടന്ന തോടാണോ ഇത്? തോമ ഓർത്തു. മാക്രിമുട്ടകളെപ്പറ്റി തോമ ആലോചിച്ചു. മുകളിലത്തെ വളവിൽ നിന്ന് വെള്ളം കുതിച്ചൊഴുകി വന്നു. ചെടികളുടെ തലപ്പുപോലും കാണാനില്ല. അപ്പോഴാണ് തോമ അതു കണ്ടത്. വെളുത്ത എന്തോ ഒന്ന് വളവു തിരിഞ്ഞ് ഒഴുകി വരുന്നു. വീണ്ടും വീണ്ടും നോക്കി. ദൈവമേ, ആരോ വെള്ളത്തിൽ വീണുപോയതല്ലേ? നടുക്ക് മുന്നിലേക്ക് ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപം തിരിഞ്ഞുമറിഞ്ഞൊഴുകി വന്നപ്പോൾ തോമ കലങ്ങിയ വെള്ളത്തിലേക്ക് എടുത്തുചാടി. പക്ഷേ പെൺകുട്ടിയെ കിട്ടിയില്ല. അപ്പോഴേക്കും തോമ കുറെ ഒഴുകിക്കഴിഞ്ഞിരുന്നു. പിന്നെ തോമ താഴേക്ക് താഴേക്ക് ഒഴുകിപ്പോയി. തണുത്ത വെള്ളം വായിലും ചെവിയിലും മൂക്കിലും കയറി ഒഴുകി. കല്ലുകൾ തോമയുടെ പിടിയിൽ നിന്ന് തെറ്റിമാറി. ഓടൽ വള്ളികൾ വെള്ളത്തിലോടി മാറി. തോമ ഒഴുകി ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. പൊങ്ങിയും താണും. കാറ്റത്തിളകുന്ന മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ വീട്ടിൽ രണ്ടുപേർ തോട്ടിൽ വെള്ളം കല്ലുരുട്ടുന്നത് കേട്ട് കാത്തിരുന്നു. ഇന്നത്തെ കഥാനേരത്തിൽ നിങ്ങൾ കേട്ടത് സക്കറിയയുടെ കഥ മഴ. അവതരണം രാഹുൽ അയ്യാർ.